ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിച്ചാലും എങ്ങനെയെല്ലാം കഷ്ടപ്പെടുത്തിയാലും ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ കുറേ വാഗ്ദാനങ്ങളും അദ്ദേഹം ചെയ്ത പല അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് ഇവിടെ വാദാരോധ പ്രസംഗിക്കുന്നത് കേട്ടു. നമുക്കറിയാം, നമ്മുടെ അധ്യക്ഷൻ സ്വാമി അയ്യപ്പദാസ് പറഞ്ഞു പോയി കുംഭമേള കാണണമെന്ന്. കുംഭമേളയിൽ ഒരു ദിവസം വരുന്ന ആൾക്കാർ ഇവിടെ ഒരു മണ്ഡലകാലത്ത് മൊത്തം വരുന്നില്ല. അവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ ഈ വാക്കുകൾ. ശബരിമലയിൽ എല്ലാം ചെയ്തു, എല്ലാം നന്നായി. എവിടെ? ഇന്ന് കുംഭമേളയിൽ പോകുന്ന, കുംഭമേള ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മാസമാകാൻ പോകുന്നു. ഈ ഒരു മാസം ഏകദേശമായി ഇത്രയും ദിവസമായിട്ട് പരാതികൾ വളരെ കുറവ്. ഒരു പരാതി പോലും അങ്ങനെ കൃത്യമായി കേട്ടിട്ടില്ല. പക്ഷേ ശബരിമല വരുന്ന ഒരു അയ്യപ്പനെങ്കിലും പരാതി പറയാതെ അവിടുന്ന് പോകാറുണ്ടോ? അതാണ് നമ്മുടെ ആൾക്കാരുടെ മഹത്വം. അവർ പറയുന്നത് എന്താ? ശബരിമലയിൽ പണം വേണം, പണം വേണം, പണം വേണം. എന്തിനു പണം? ഈ പണം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളെല്ലാം നിലനിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മന്ത്രിക്കോ അല്ലെങ്കിൽ ശബരിമല ദേവസ്വം ബോർഡിനോ ഒരു കാര്യം അറിയാമോ? കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട്? ഏകദേശം 50,000-ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഇതിൽ എത്ര ക്ഷേത്രങ്ങളാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളത്? എല്ലാ ദേവസ്വം ബോർഡും കൂടി ചേർത്താൽ 5000 ക്ഷേത്രത്തിന് താഴെ മാത്രം. ഈ 5000 ക്ഷേത്രത്തിന് താഴെ മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ കൺട്രോളിലുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ. ബാക്കി 45,000 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെയോ സർക്കാരിന്റെയോ കൺട്രോളിലല്ല. പല സംഘടനകളുടെയും അല്ലെങ്കിൽ മറ്റ് കുടുംബങ്ങളുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെ കീഴിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. ഈ 45,000 ക്ഷേത്രങ്ങൾക്കും ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ശബരിമലയോ സർക്കാരോ ഒരു പൈസയും കൊടുക്കുന്നില്ല. ആ ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കുന്നില്ലേ? എന്തിന്? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കീഴിൽ കേരളത്തിൽ 175 ക്ഷേത്രങ്ങളുണ്ട്. ഈ 175 ക്ഷേത്രങ്ങൾക്കും സർക്കാരിൽ നിന്ന് പൈസയും കിട്ടുന്നില്ല. ഭക്തജനങ്ങൾ നൽകുന്ന സംഭാവനയും അവരുടെ വഴിപാടുകളും കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അപ്പം എന്തുകൊണ്ട് സർക്കാരിനും ആ രീതിയിൽ ക്ഷേത്രങ്ങളെ നിലനിർത്തിക്കൂടാ? അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ ക്ഷേത്രങ്ങൾക്കും ആവശ്യമുള്ള രീതിയിൽ വേണം ആ ക്ഷേത്രങ്ങളുടെ ചെലവ് നിശ്ചയിക്കാൻ. അല്ലാതെ നമ്മളെ കണ്ട എല്ലാ ആൾക്കാരെയും പിടിച്ച് ദേവസ്വം ബോർഡിലും ക്ഷേത്രങ്ങളിലും ജോലിയും കൊടുത്തിട്ട് ഈ ശബരിമല കിട്ടുന്ന വരുമാനമെല്ലാം എടുത്ത് അവർക്ക് വീതിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് തികച്ചും മണ്ടത്തരമാണ്, വിഡ്ഢിത്തമാണ്. അതേസമയത്ത് ശബരിമല വരുന്ന ഭക്തർക്ക് എന്ത് സൗകര്യം ഒരുക്കുന്നത്? എല്ലാ രീതിയിലും ഭക്തരെ കൊള്ളയടിക്കുകയല്ലേ ചെയ്യുന്നത്. ശബരിമലയിൽ ഓരോ സീസണിൽ ആലോചിച്ച് നോക്കൂ. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വെർച്വൽ ക്യൂ അന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് വന്നത്. ഇനി അതിന്റെ ആവശ്യം എന്താ? ഇത്രയും കാലം ശബരിമലയിൽ ദർശനത്തിന് വരുന്നവർ വെർച്വൽ ക്യൂവിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അവർ ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയെല്ലാം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാം, ആൾക്കാർ എങ്ങനെയൊക്കെ ശബരിമലയിൽ എത്താതാക്കാം, അതിനു വേണ്ടിയുള്ള ഒരു എന്താ പറയുക, അതിനു വേണ്ടിയുള്ള റിസർച്ചിന്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ. അപ്പൊ അതിന് ബഹുമാനപ്പെട്ട കോടതിയും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ വിഷമമുള്ള കാര്യമാണ്. കാര്യം ഇന്നിപ്പോ പല കാര്യങ്ങളും ഓരോ ആചാരങ്ങളെയും നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടുന്നത് എത്രയോ കാലങ്ങളായിട്ട് ഈ ഭൂതനാഥോപാഖ്യാനത്തിന് അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും മാളികപ്പുറത്ത് നാളികേരം ഉരുട്ടണമെന്ന്. മാത്രമല്ല നാളികേരം ഉരുട്ടുന്നതിന് മറ്റൊരു കാര്യങ്ങളുണ്ട്. എന്താണ് ശബരിമലയുടെ പ്രാധാന്യം? നമ്മൾ എന്തിനാണ് നെയ്ത്തേങ്ങ നിറച്ച് ശബരിമലയിൽ പോകുന്നത്? നെയ്ത്തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും ശരീരവുമാണ്. ശരീരമാകുന്ന ആ നാളികേരത്തിൽ അതിന്റെ ജലമെല്ലാം കളഞ്ഞ് ശുദ്ധമാക്കി അത് നമ്മൾ ആത്മാവാകുന്ന നറുനെയ്യാണ് നിറച്ച് നമ്മൾ ശബരിമലയിൽ കൊണ്ടുപോകുന്നത്. ആത്മാവിനെ ഭഗവാന് അഭിഷേകം ചെയ്തിട്ട് ആ ശരീരത്തെ നമ്മൾ ആഴിയിൽ കത്തിച്ചു കളയുക. ആ ആത്മസായുജ്യമാണ് നേടുന്നത്. അത് പുതിയൊരു ജീവിതം, പുതിയൊരു ജന്മം. ആ ജന്മം ലഭിച്ചു എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നമ്മൾ വീണ്ടും നാളികേരം നമ്മൾ മാളികപ്പുറത്ത് ഉരുട്ടുന്നത്. ഇതിനെല്ലാം ഓരോ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഓരോ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് സങ്കടം. പക്ഷെ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താ? ഇന്ന് നമ്മൾ മാലയിടുന്നു. മാലയിടാൻ തുടങ്ങുന്നത് തൊട്ട് നമുക്ക് സംഭവിക്കുന്ന എന്തൊക്കെയാണ്? ശുദ്ധമായ ഒരു മാലയുണ്ടോ? മാലയിടാൻ പണ്ടൊക്കെ എന്താണ്? പണ്ട് ചന്ദനത്തിലോ അല്ലെങ്കിൽ നമ്മൾ തുളസിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലാണ് മാല. ശബരിമല അയ്യപ്പസ്വാമിക്കുള്ള മാല അല്ലെങ്കിൽ മുദ്ര ചാർത്തിയ മാലയാണ് അണിയുന്നത്. ഇന്ന് കടകളിൽ കിട്ടുന്ന എല്ലാം എന്താണ്? ഒരിക്കൽ നമ്മളൊരു വീഡിയോ കണ്ടു, ശബരിമലയ്ക്ക് വേണ്ടി മാല തയ്യാറാക്കുന്നത്. കഷ്ടം തോന്നും. അതുപോലെ തന്നെ ഓരോ ശബരിമലയിൽ നമ്മൾ പറയുന്ന നറുനെയ്യ്, നമ്മുടെ ആത്മാവെന്ന നറുനെയ്യാണ് നിറച്ചുകൊണ്ട് പോകുന്നത്. ഈ നറുനെയ്യ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് എന്താണ്? ഇന്ന് നെയ്യാണോ കിട്ടുന്നത്? ഇന്ന് നെയ്യല്ലല്ലോ കിട്ടുന്നത്. ഇന്ന് പലപ്പോഴും കിട്ടുന്നത് ഈ പശുവിന്റെ അല്ലെങ്കിൽ മറ്റേ ഇതിന്റെ വേസ്റ്റ് ഉരുക്കിയെടുക്കുന്ന കളർ കൂട്ടിയ അതാണ് നമുക്ക് നെയ്യെന്ന് പറഞ്ഞ് തരുന്നത്. ഇതാണ് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ. ഇതുപോലെ ഓരോ കാര്യങ്ങൾ. നേരത്തെ മന്ത്രി പറഞ്ഞു ശബരിമല ജാതിമത ചിന്തകളില്ലാത്തൊരു സ്ഥലമാണെന്ന്.
ശബരിമല തീർച്ചയായിട്ടും ഹൈന്ദവ ക്ഷേത്രമാണ്. അതിനൊരു തർക്കവും ആർക്കും വേണ്ട. ഹിന്ദുവിന്റെ ക്ഷേത്രം മാത്രമാണ് ശബരിമല. അവിടെ മറ്റ് ജാതി മതസ്ഥർക്ക് വരാം, അത് ഹിന്ദുവിന്റെ വിശാല മനസ്കത. പക്ഷെ അവിടെ വരുന്നവർ ആരായാലും, ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും മറ്റേത് ജാതിയായാലും മണ്ഡലവിധം അനുഷ്ഠിച്ചു തന്നെ വരണം.